ഇന്ത്യ എന്ന രാജ്യത്ത് സ്കിൻ കെയർ പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. പല പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഡ്യൂ ടു അവർ പൊല്യൂഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഡെർമറ്റോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ട്രോപ്പിക്കൽ കൺട്രി ആയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വളരെ കൂടുതലാണ്. തമന്നയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് തമന്ന പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഹൗ ഡു യു ട്രീറ്റ് യുവർ പിമ്പിൾസ് എന്ന് പറയുമ്പം വിത്ത് സലൈവ എന്നാണ് പറയുന്നത്. What's your pimple hack? Pimple hack, spit, but the morning spit. You do that? Yeah, because it's scientific, right? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ദാറ്റ്സ് വെരി ഡിസ്കസ്റ്റിംഗ്. ഈ പറയുന്ന പോലെ തമന്നയ്ക്ക് ഒരു ചെറിയൊരു ബെൻസൈൽ പെറോക്സൈഡ് വാങ്ങാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് തെറ്റിദ്ധാരണയിലോട്ട് വരുത്തുന്നതിൽ ഇറ്റ്സ് സംതിങ് വെരി റോങ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൻസ് ആണ് കോമൺലി ഉള്ളത്? എസ്തെറ്റിക് ഡെർമറ്റോളജി. എന്താണ് എസ്തെറ്റിക് ഡെർമറ്റോളജി എന്ന് പറയുന്നത്? ഒരു കമ്പനി നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് മണി നമുക്ക് തന്നു, എന്നിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു എത്തിക്സ് ഉണ്ടല്ലോ. അതിനെ വിട്ടിട്ട് അതിനെ വിറ്റ് നമുക്ക് ജീവിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എങ്ങനെയാണ് സൺസ്ക്രീൻ നമ്മളെ സഹായിക്കുന്നതെന്ന് പറയാൻ പറ്റും? ഈ കരുവാളിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു പരിധി വരെ നമുക്ക് ടാനിങ് പ്രിവെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ പ്രോഡക്റ്റ് ഒക്കെ കണക്കാണ്, എല്ലാം ഓക്കെ ആണെന്ന് വെച്ചോളൂ. പക്ഷെ ഈ മേക്കപ്പ് ബ്രഷ് കഴുകിയിട്ടില്ല. അപ്പൊ ഒരാള് യൂസ് ചെയ്ത് തന്നെ സെയിം ആള് തന്നെ കഴുകാതെ യൂസ് ചെയ്താൽ അതിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി അത് വേറെ കുരു ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ഡാർക്ക് സർക്കിൾസ്. ഇന്ത്യയിലെ പോപ്പുലേഷനിൽ വളരെ കൂടുതലാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. കുറെയൊക്കെ നമ്മുടെ ജെനറ്റിക്സും അങ്ങനെയാണ്. മോസ്റ്റ് കോമൺലി കാണുന്നത് നമ്മൾ സ്ക്രീൻസ് നോക്കുന്നു, രാത്രി ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഡീഹൈഡ്രേഷൻ. ഒരാളൊരു ലേഡീനെ പിടിച്ച് കിടത്തിയിട്ടിട്ട് ഇങ്ങനെ ലേസർ ചെയ്ത് അവർക്കാണെങ്കിൽ ഭയങ്കര പെയിനാണ്, അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആരുടെ കയ്യിലാണ് ലേസർ ഉള്ളത്, എവിടെ നിന്നാണ് നിങ്ങൾ ലേസർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മളുടെ മുടി പോവുമോ മുടി പോവില്ലയോ എന്നൊക്കെ ഉള്ളത്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടേതല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ബ്രാൻഡ്സുകൾ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? ഡോക്ടർ ദുർഗ സതീഷ്, വെൽക്കം ടു GS Fit. താങ്ക് യു. ഡെർമറ്റോളജി അല്ലെങ്കിൽ കോസ്മെറ്റോളജി റിലേറ്റഡ് ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ റിസർച്ച് ചെയ്തു. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ആയിട്ട് ഡോക്ടറിൻ്റെ പ്രൊഫൈലിൽ തോന്നിയത് സീറോ പെയ്ഡ് കൊളാപ്സ്, നോ കൊളാപ്സ് വിത്ത് എനി പ്രോഡക്ട്സ് എന്നാണ് ആദ്യം ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഓക്കെ, ആദ്യമായിട്ടാണ് ആ ഒരു ഇത് വരുന്നത്. ഒന്നെന്താന്ന് വെച്ചാൽ ഇപ്പോൾ കോമൺലി കാണുന്ന സ്കിൻ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പെയ്ഡ് കൊളാബാണ് ചെയ്യുന്നത്. അത് ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും. പിന്നെ എൻ്റെ ഫ്രെറ്റേണിറ്റിയിലും കുറേ ആൾക്കാർ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു പിൻ പോയിന്റ് ഈച്ച് ആൻഡ് എവറി വൺ. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഈസ് ക്വൈറ്റ് അൺഎത്തിക്കൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനി നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് മണി നമുക്ക് തന്നു, എന്നിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഡോക്ടേഴ്സ്. അപ്പം നമ്മൾക്ക് ഒരു എത്തിക്സ് ഉണ്ടല്ലോ. അതിനെ വിട്ടിട്ട് അതിനെ വിറ്റ് നമുക്ക് ജീവിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. വളരെ ഡിഫറെൻ്റ് ആണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. ഒരു കോസ്മെറ്റോളജി ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജി ഡോക്ടർ എന്ന രീതിയിൽ ഇത്രയും വർഷത്തെ സർവീസിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസിൻ്റെ ഏജ് റേഞ്ച് ചെയ്തായിരിക്കും. അതായത് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ള പേഷ്യൻസിനെയാണ് സ്ഥിരമായി കാണുന്നത്? സ്ഥിരമായി കാണുന്നത് ഒരു 25 to 40 ഇടയിലായിരിക്കും കൂടുതലും. ഒരു 30s 20s കൂടുതലും ആൾക്കാരുണ്ടാവാറ്. ഇന്ത്യ എന്ന രാജ്യത്ത് സ്കിൻ കെയർ പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. സോ അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഡ്യൂ ടു അവർ പൊല്യൂഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഈ കോമൺ ഫാക്ടേഴ്സ് അല്ലാതെ ശരിക്കും നിങ്ങളുടെ ഡെർമറ്റോളജി പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും വേറൊരു മേജർ റീസൺ ഉണ്ടാവുമോ? നമ്മളുടെ ഡെർമറ്റോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. അപ്പോൾ കൂടുതലും ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ഓഫ് ക്ലൈമറ്റ് വേരിയേഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ എന്നിരുന്നാലും കൂടുതലും നമ്മളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഹ്യൂമിഡ് ആൻഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. വേർപ്പ് കൂടും, ഹ്യൂമിഡിറ്റി കൂടും. അതേപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അസുഖങ്ങൾ വരാറുണ്ട്. മെയിൻലി കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ റിംഗ് വേം ഇൻഫെക്ഷൻസ് ആണ്. സോ ട്രോപ്പിക്കൽ കൺട്രി ആയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വളരെ കൂടുതലാണ് ഡെർമറ്റോളജിക്കൽ ആസ്പെക്റ്റിൽ. എസ്തെറ്റിക് ഡെർമറ്റോളജി. എന്താണ് എസ്തെറ്റിക് ഡെർമറ്റോളജി എന്ന് പറയുന്നത്? ബേസിക്കലി എസ്തെറ്റിക് ഡെർമറ്റോളജി എന്ന് വെച്ചാൽ ഒന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതും, പിന്നെ അതിനൊരു വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഗ്രേസ്ഫുൾ ഏജിങ് ആയിട്ട് മാറുന്ന ഒരു ഇത്. സോ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഭംഗി ആക്കുന്നതും അതേപോലെ തന്നെ ഉള്ള ഭംഗി
നല്ലോണം കാത്തു സൂക്ഷിച്ച് വല്ലാതെ അത് പെട്ടെന്ന് ഏജ്ഡ് ആവാതെ നോക്കുന്ന ഒരു 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 എൻറ്റിറ്റി. അതാണ് എസ്തെറ്റിക് ഡെർമറ്റോളജി. നമുക്ക് സ്കിൻ കെയർ ടോപ്പിക്സിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൻസ് ആണ് കോമൺലി ഉള്ളത് എന്നൊന്ന് പറയാമോ? ടോട്ടൽ ഒരു 5 ടൈപ്പ് സ്കിൻ ഉണ്ട്. ഓക്കെ, ആദ്യത്തത് നമുക്ക് നോർമൽ സ്കിൻ തന്നെ വെക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, പിന്നെ ഉള്ളത് ഒന്നും കൂടെ ഉള്ളത് സെൻസിറ്റീവ് സ്കിൻ ആണ്. ഓക്കെ, ഈ സെൻസിറ്റീവ് സ്കിൻ ആർക്ക് വേണമെങ്കിലും വരാം, അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പം മോസ്റ്റ് കോമൺലി ഇപ്പം എൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഓയിലി സ്കിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ എൻ്റെ കൊളീഗ് ആണെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം നമ്മളുടെ നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വേരി ചെയ്യും, എല്ലാം പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അല്ല നമ്മുടെ സ്പെസിഫിക്കലി ഈ നാട്ടിൽ ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻസിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു ആവറേജ് പേഴ്സൺ എന്ന രീതിയിൽ എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം. സോ ഞാനത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? സോ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് കണ്ടുപിടിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് മുഖം കഴുകുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി ഉണക്കി വെക്കുക. ഒരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫേസ് ഓയിലി ആയി മാറും. അല്ലാത്ത ഒരു നോർമൽ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ വക ചേഞ്ചസ് അധികം ഉണ്ടാവില്ല. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പാച്ചി ആയിട്ട് അവിടെ ഇവിടെയും ഡ്രൈനെസ് ഫീൽ ചെയ്യാം. പിന്നെ ഉള്ളത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാൽ ഡ്രൈയും ഉണ്ട് ഓയിലിയും ആണ്. അപ്പോൾ കൂടുതലും ഈ T സോൺ, അതായത് നെറ്റി, മൂക്ക്, താടി ഈ ഭാഗത്തും പിന്നെ ഈ സൈഡിലും വരും. ഈ ഭാഗത്ത് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ചീക്സിന്റെ ഭാഗത്താണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. പിന്നെ 5ാമത്തേതാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ. അതിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പൊടി അടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിന്ന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാം, സെൻസിറ്റീവ് ആവാം, റെഡ് ആവാം. അങ്ങനെയുള്ളൊരു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് സെൻസിറ്റീവ് ടൈപ്പ് ഓഫ് സ്കിൻ. ഏറ്റവും ഭാഗ്യമുള്ള ആൾക്കാർ നോർമൽ സ്കിന്നുള്ളവരാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഓയിലി സ്കിൻ ആൾക്കാർ ഏജ് ബെറ്റർ എന്നാണ് പറയാറ്. ആണല്ലേ? അപ്പൊ ലോങ് ടേം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും നല്ലത്. അതെന്തുകൊണ്ടാ? വെൽ മോയ്സ്ചറൈസ്ഡ് ആണ്. നാച്ചുറലി ഒരു മോയ്സ്ചറൈസർ ഉള്ള ഒരു എഫക്റ്റ് ആണ്, ലൈക്ക് വെൽ ആയിട്ടുള്ളത്. പക്ഷെ അവർക്ക് ആക്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പുകൾ പറഞ്ഞപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പുകൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റുകളായിരിക്കും, അതായത് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റുകളായിരിക്കും നമ്മൾ പറയേണ്ടത്. അതെ. അപ്പൊ നമുക്കിപ്പോൾ ഒരാൾ വരുവാണ്, ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരാളാണ് വരുന്നതെന്ന് വെച്ചിട്ട് അവർക്ക് നമുക്ക് ഈ സാലിസിലിക് ആസിഡ് ഉള്ള ഒരു ഫേസ് വാഷ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പം മോസ്റ്റ് ലൈക്ലി നമുക്ക് മനസ്സിലാവും ആദ്യം തന്നെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് എന്നുള്ളത്. അതനുസരിച്ചിട്ട് ഓരോ ആൾക്കാരുടെയും പ്രോഡക്ട്സ് അടക്കം വ്യത്യാസം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ആ ഒരു ഫേസ് വാഷ് അടക്കം വ്യത്യാസം വരും. ഫ്രം ദാറ്റ് വിൽ ഹാവ് ടു ചേഞ്ച്. സോ ഈ ഒരു കൺസേൺ കൊണ്ടായിരിക്കണം ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് സെല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും വരണം. ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് ഒരു നല്ല ഫാസ്റ്റ് സെല്ലിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്നെയിൽ മ്യൂസിൻ ഭയങ്കരമായിട്ട് നല്ലോണം സെല് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല, എല്ലാവരുടെ മുഖം അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസ് ആൻഡ് കോൺസ്. അത് ഓരോ ആൾക്കാരനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ലൈക്ക് യു ടോൾഡ്, എല്ലാവർക്കും ഒരു സാധനം, ഒരു ക്രീം മാത്രം വർക്ക് ചെയ്യില്ല ഒരിക്കലും. സ്നെയിൽ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് വളരെ പോപ്പുലറായി മാറിയ ഒരു ബ്രാൻഡാണ്. അതെ. ശരിക്കും ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ എന്താണ്, ആ സ്നെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ശരിക്കും നല്ലതാണോ? ഒരു നല്ലൊരു മോയ്സ്ചറൈസർ എന്ന് ഉപരി അതിനെക്കാട്ടിലും പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമൊന്നുമില്ല. അതിനെക്കാട്ടിലും വേറെ കുറേ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. പിന്നെ ആ ഒരു കൊറിയൻ ഒരു ഇതുണ്ടല്ലോ, അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അത് നല്ല പോപ്പുലറായി. പിന്നെ അത് തേക്കുമ്പോഴും കുറേ ആൾക്കാർക്ക് ആ ഒരു സീറം എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും എസൻസ് ആണെന്നുണ്ടെങ്കിലും ദേ വിൽ ഫീൽ ഗുഡ്. അതാണ്. പക്ഷെ നമുക്ക് നാടനായിട്ടുള്ള നമ്മുടെ സാധാരണ മോയ്സ്ചറൈസേഴ്സ് വിൽ ഓൾസോ ഡു ദ ജോബ് ബേസിക്കലി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിന്നിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ കെയർ റുട്ടീൻസ് ആണെന്ന് പറയുന്നെങ്കിലും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു കോമൺ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞ് ഡോക്ടറിന് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ലാഡർ പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് ഏജ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഐഡിയലി ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ഒരു 20s സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ലത്.
അപ്പോൾ 20s എത്രയും മിനിമം ആയിട്ട് വെക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ ആദ്യം ഒന്ന് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുക, പിന്നെ ഒരു സൺസ്ക്രീൻ ഇടുക. അത് രാവിലത്തെ കാര്യം. അതേപോലെ തന്നെ തിരിച്ച് നിങ്ങളുടെ ജോബോ കോളേജോ സ്കൂളോ സ്കൂളാവില്ല കോളേജും കൂടെ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഡേർട്ട് പൊല്യൂഷൻ എല്ലാം ഒന്ന് കഴുകിക്കളയണം. അപ്പോൾ അതിന് വീണ്ടും ഈ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം ഇത്തിരി ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാച്ചുറൽ ഒരു ബാരിയർ ഉണ്ട് സ്കിന്നിന്. ആ ബാരിയർ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി വിൽ ബി പ്രൊട്ടക്റ്റീവ്. അതും കൂടെ തേച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രേ ധാരാളം. ഇത് നമ്മളൊന്നും ഞാൻ പോലും ആ 20s ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ കോമൺലി എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് കാണും, ഓരോരോ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ ചുമ്മാ വെറുതെ അതേ ആ ആക്റ്റീവ് ഈ ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രോഡക്ട്സ് എക്സ്ട്രാ വാങ്ങി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 20s ഒരാളാണെങ്കിൽ 30s ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ കൺസേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് തേക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്നെ വരുവാണ്, അഡൽട്ട് ആക്നെയാണ്, അല്ലെങ്കിൽ ചില പിഗ്മെന്റേഷൻ ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ആക്റ്റീവ്സ് മാറും. പിന്നെ ഒരു ആന്റി ഏജിങ് ആയിട്ട് സ്ലോലി റെറ്റിനോൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ് ടേമിന് നല്ലതാണ്. ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്നേസ് എന്തൊക്കെയാണ്? ആക്നെ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ആക്നെ എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഒരു സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് എണ്ണ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാൻഡ്, ഓക്കെ, സീബം എന്ന് പറയും. ആ ഗ്ലാൻഡിന് ഇൻഫ്ലമേഷൻ ആണ് ഈ ആക്നെ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹോൾ സിസ്റ്റം ഗെറ്റ്സ് ഇൻഫ്ലെയിംഡ്. അപ്പോൾ അത് കുരുവായി മാറുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കാര്യം നമ്മുടെ ആക്നേനെ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഉണ്ടാവുന്ന സാധനം വൈറ്റ് ഹെഡ് ആണ്. ഓക്കെ, വൈറ്റ് ഹെഡ് അതിൻ്റെ മേലെയുള്ള ഒരു വൈറ്റ് പാർട്ട് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അത് ഓക്സിഡൈസ്ഡ് ആവും. അപ്പോൾ അതിൻ്റെ കളർ മാറിയിട്ട് അത് ബ്ലാക്ക് ഹെഡ് ആവും. ഓക്കെ, ഈ ബ്ലാക്ക് ഹെഡിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു എന്ന് വെച്ചാൽ, ഇൻഫ്ലമേഷൻ വന്നു എന്ന് വെച്ചാൽ അതൊരു പിമ്പിളായിട്ട് മാറും. അപ്പോഴാണ് അതൊരു പാപ്യൂൾ സ്റ്റേജ് എന്ന് പറയാം. പാപ്യൂൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു റേസ്ഡ് ലീഷൻ, അത്രയേ ഉള്ളൂ. അതിൽ ഫെർദർ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതൊരു പസ്റ്റ്യൂൾ ആവും, അതായത് പസ് ഫില്ലായിട്ടുള്ള ഒരു ലീഷൻ, പഴുപ്പുള്ള ഒരു കുരുവായി മാറുന്നത്. പിന്നെ അടുത്ത സ്റ്റേജാണ് സിസ്റ്റിക് ആക്നെ, നോഡുലോസിസ്റ്റിക് ആക്നെ എന്നൊക്കെ പറയുന്നത്. സ്റ്റേജ് 4 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ഡീപ്പ് സെറ്റ് ആയിട്ടുള്ള ആക്നെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഇത്തിരിയും കൂടെ ഡാമേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇതാണ് ആക്നയുടെ ഡിഫറെൻറ്റ് സ്റ്റേജ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ആക്നേസ് ആണ് ഉള്ളത്? മെയിൻലി നമുക്ക് സാധാരണ ആക്നെ വൾഗാരിസ് എന്ന് പറയുന്ന കോമൺലി സീൻ ആക്നെ. വൾഗാരിസ് എന്ന് വെച്ചാൽ കോമൺ എന്നാണ് അർത്ഥം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ടീനേജ് സമയത്തുള്ള ഹോർമോണൽ വേരിയേഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കാണുന്നത്. കവിളിലുണ്ടാവും, നമ്മുടെ ബാക്കിലുണ്ടാവും, ചെസ്റ്റിലുണ്ടാവും, ഈ ഷോൾഡേഴ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് കോമൺ ആക്നെ ഓർ ആക്നെ വൾഗാരിസ്. പിന്നെ ഉള്ളത് നമുക്ക് ഇപ്പോൾ കോമൺലി കാണുന്നത് ഹോർമോണൽ ആക്നെയാണ്. ഇപ്പം നമ്മളൊരു 25 ഇയേഴ്സിൻ്റെ മേലെയാണ് ഇത് വന്നു തുടങ്ങണമെന്ന് വെച്ചാൽ ദർ ഇസ് എ ഹോർമോണൽ ചേഞ്ച്. അപ്പോൾ ആ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ആക്നെ ഈസ് ഹോർമോണൽ ആക്നെ. അത് കൂടുതലും ഈ ഒരു ജോ ലൈൻ, ചിൻ, ഈ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് നിൽക്കുക. കുറച്ച് അപ്പർ നെക്കിലൊക്കെ വരും. പിന്നെ ഉള്ളത് നമ്മുടെ ആക്നെ കോസ്മെറ്റിക്ക എന്നൊക്കെ പറഞ്ഞത്, അതായത് നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം ഇടുന്ന സമയത്ത് ആ പോറടഞ്ഞിട്ട് അതിന് ഫെർദർ ഇൻഫ്ലമേഷൻ വന്ന് അതും ആക്നെ ആവാം. പിന്നെ ക്ലോറാക്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ക്ലോറിൻ എക്സ്പോഷർ കാരണമൊക്കെ വരുന്ന ആക്നെ ഉണ്ട്. അങ്ങനെ കുറെ റീസൺ ഉണ്ട്. ഈ ഓരോ ടൈപ്പ് ഓഫ് ആക്നേസിനും ട്രീറ്റ്മെന്റുകൾ ഓരോ രീതിയിലായിരിക്കും. അതെ, ആദ്യം നമ്മൾ ഇത് എന്ത് ആക്നെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ്. ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാമോ ഇൻ ഫ്യൂച്ചർ? ആക്നെ ആക്ച്വലി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ മോസ്റ്റ് കോമൺലി എല്ലാവർക്കും എന്നുള്ള രീതിയിൽ ചില സമയം വരാം, അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ദാറ്റ് മച്ച് ബ്ലെസ്ഡ്. അപ്പോൾ ഇപ്പോൾ ഈ വൺസ് ഇൻ എ മന്ത് ഇപ്പോൾ ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പീരിയഡ് സമയത്ത് ഒരു ആക്നെ വന്നു എന്നിരിക്കാം. ഈ ഒരു കാര്യം ജസ്റ്റ് ഒരു ഓയിൻമെൻ്റ് ഒക്കെ തേച്ചിട്ട് അത് തനിയെ പോകും. എല്ലാ ആക്നെയും ചിലപ്പോൾ തനിയെ തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാതെ തന്നെ തനിയെ ചിലപ്പോൾ പോകും. പക്ഷേ നമ്മൾ ആക്ച്വലി നല്ല സിവിയർ ആയിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വൈ ദേ ഷുഡ് ടേക്ക് എ ട്രീറ്റ്മെൻറ്റ് ഇസ് ബിക്കോസ് ഇത് ആക്നെ ഫർദർ സ്കാറിങ്ങിലോട്ട് ലീഡ് ചെയ്യും. ആ സ്കാർ ട്രീറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അത് നമ്മളുടെ ക്രീംസിലൊന്നും നിൽക്കില്ല. അത് കുറേ പ്രൊസീജിയേഴ്സ് ചെയ്താലേ ശരിയാവുള്ളൂ. ആൻഡ് ദാറ്റും അത് കംപ്ലീറ്റ്ലി നമ്മുടെ 100% പഴയതുപോലെ ഒരിക്കലും കിട്ടില്ല. എന്തായാലും കുറച്ച് മൈനർ ആയിട്ടുള്ള ഡിഫക്ട്സ് എന്തായാലും കാണും. സോ ദാറ്റ് ഇസ് വൺ റീസൺ വൈ വി ഷുഡ് ട്രീറ്റ് ആക്നെ അറ്റ് ദി ഏർലിയസ്റ്റ്. എൻ്റെ കാലത്ത്
സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് മുഖക്കുരു വന്നാൽ ഒരിക്കലും പൊട്ടിക്കരുതെന്നുള്ളത്. അതെ. മുഖക്കുരു വന്നാൽ പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രിം ചെയ്യുമ്പോഴായാലും ഷേവ് ചെയ്യുമ്പോഴായാലും ചിലപ്പോൾ ഇത് പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ അറിയാതെ ചിലപ്പം അത് പോപ്പ് ചെയ്ത് പോകും. അതെ. ശരിക്കും ആക്നെ പൊട്ടിക്കുന്നത് കൊണ്ടുള്ള മുഖക്കുരു പൊട്ടിക്കുന്നത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള പസ് ചിലപ്പോൾ അത് പുറത്ത് കംപ്ലീറ്റ്ലി വരും. ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകും ആ ഒരു സ്കിന്നിൽ. സോ ദിസ് വിൽ ഇൻ ടേൺ ഔട്ട് ടു ബി ഒരു സ്കാർ, അതൊരു കുഴിയായി മാറും. അതുകൊണ്ടാണ് നമ്മളിത് പൊട്ടിക്കരുത് എന്ന് പറയുന്നത്. തനിയെ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ യൂഷ്വലി എന്താ ഉണ്ടാവുക വെച്ചാൽ അത് പഴുപ്പാവും. ഒന്നിനെ തൊടാതിരിക്കുകയാണെങ്കിൽ അത് തനിയെ ഉണങ്ങി തനിയെ പോയി. അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ പഴുപ്പ് 2 കൈയും കൊണ്ട് ഞെക്കി കുത്തി പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കുഴിയായി മാറും. അങ്ങനെ പൊട്ടിക്കുന്നതുകൊണ്ട് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? ആക്ച്വലി അവിടെ ഇവിടെയും വീണ്ടും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. കാരണം അതിൽ പസ് ഉണ്ടല്ലോ. അത് ആ സെയിം ആയിട്ടുള്ള അതിന്റെ തൊട്ടടുത്തും ഇതേപോലെ ഒരു ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവൻച്വലി അത് നല്ലൊരു കുരുവായി മാറും. ട്രീറ്റ്മെന്റുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ട്രീറ്റ്മെന്റ്സ് ആക്നയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ബേസിക്കലി അഗാൻ ഈ ഒരു അതിനായിട്ടുള്ള ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഭയങ്കര തിക്കായിട്ടില്ലാത്ത ഒരു മോയ്സ്ചറൈസർ, ഒരു ആക്നയ്ക്ക് വേണ്ടിയിട്ടുള്ള നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ. ഇതാണ് ബേസ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യേണ്ട കാര്യം ആക്നയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ സാലിസിലിക് ആസിഡിന്റെ പ്രോഡക്ട്സ് ഉണ്ട്, ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സിനെയും ഇത്തിരി ആയിട്ടുള്ള ഒരു ചെറിയ കുരുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ആക്കാൻ പറ്റും. പിന്നെ ഇതിലത്തെ സ്റ്റേജ് കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഓറൽ റെറ്റിനോൾസ് ഉണ്ട്, ഐസോട്രെറ്റിനോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ട് തന്നെ ഫുൾ ബ്ലോൺ തെറാപ്പി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വളരെ ട്രെൻഡായിട്ടുള്ള സാധനമാണ് ഈ പിമ്പിൾ വരുമ്പോൾ പിമ്പിൾ പാച്ചസ് എന്ന് പറയുന്നൊരു പുതിയ സാധനം, ഇങ്ങനെ ഒട്ടിക്കുന്നത് പോലുള്ള. ശരിക്കും സേഫ് ആണോ അല്ലേ? അത് ആക്ച്വലി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിലും ഭേദം നമുക്കൊരു ട്യൂബ് ഓഫ് ഓയിൻമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തേച്ചാലും ഇത് സെയിം എഫക്റ്റ് ആണ്. പിന്നെ അതിന് ഒരു പുതിയ കാര്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഉണങ്ങി പോകുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ക്രീം തേച്ചാലും സെയിം എഫക്റ്റ് ആണ്. പിന്നെ അഥവാ ഇവർക്ക് വല്ല മേക്കപ്പ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ നല്ല പഴുത്തിരിക്കുന്ന കുരു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദം ഈ പാച്ച് ഇട്ടിച്ചിട്ട് അതിൻ്റെ മേലെ മേക്കപ്പ് ചെയ്യായിരിക്കും ഇത്രയും കൂടെ ഭേദം. അതിനൊക്കെ കുഴപ്പമില്ല. അപ്പം ശരിക്കും പിമ്പിൾ ഉള്ള ഒരു വ്യക്തി അതിൻ്റെ മേളിൽ മേക്കപ്പ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. പിമ്പിളുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മേക്കപ്സ് അതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പ് ഉണ്ട്. അതായത് ഈ നോൺ കൊമിഡോജനിക്, കൊമിഡോൺസ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ആണ്. അപ്പം അത് ക്രിയേറ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് മേക്കപ്സ് അവൈലബിൾ ആണ്. ആ ടൈപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പം അതങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിരിക്കില്ല. പക്ഷെ ഇതിനകത്തൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പം വെളിയിൽ നിന്ന് ഒരു വേറൊരു ഏജൻസിയിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ പ്രൈവറ്റ് സ്ഥലത്ത് നിന്ന് വിളിക്കുന്നതായിരിക്കുമല്ലോ. അപ്പം നമ്മൾക്ക് ഈ ഇവർ കൊണ്ടുവരുന്ന മെറ്റീരിയലിനകത്ത് ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ചിലപ്പോൾ അവസരം കാണൂലല്ലോ. ഇല്ല അങ്ങനെയില്ല. നമ്മൾ നമ്മുടെ തന്നെ പ്രോഡക്ട്സ് ഒക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തൊരു പൊതുവെ ഇപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ പ്രോഡക്റ്റ് ഒക്കെ കണക്കാണ്, എല്ലാം ഓക്കെ ആണെന്ന് വെച്ചോളൂ. പക്ഷെ ഈ മേക്കപ്പ് ബ്രഷ് കഴുകിയിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പം ഒരാൾ യൂസ് ചെയ്ത് തന്നെ സെയിം ആൾ തന്നെ കഴുകാതെ യൂസ് ചെയ്താൽ അതിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡായി അത് വേറെ കുരു ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അത്രയും കെയർഫുൾ ആയിട്ട് വേണം മേക്കപ്പ് ഒക്കെ ചെയ്യണേന് കുഴപ്പമില്ല. മേക്കപ്പ് ബ്രഷും വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. മേക്കപ്പിന് യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും, അതായത് മേക്കപ്പ് ഉൾപ്പെടെ മേക്കപ്പ് ബ്രഷ്, മേക്കപ്പ് സ്പഞ്ച് എല്ലാം നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് എവിടെയെങ്കിലും സേഫ് ആക്കി വെക്കണം. അല്ലെങ്കിൽ അതൊരു ബ്രീഡിങ് ഗ്രൗണ്ട് ആവും ഈ ബാക്ടീരിയയുടെ, വീണ്ടും ഇൻഫെക്ഷൻസ് വരാം. മേക്കപ്പ് ബ്രഷ് വരെ പേഴ്സണലായിട്ട് വാങ്ങണം അപ്പം. ഡെഫിനറ്റ്ലി. പക്ഷെ അങ്ങനത്തെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ വൈലൊക്കെ മേക്കപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 1-2 കുരുവൊക്കെ വന്നാലും നമുക്ക് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഫുൾ ബ്ലോൺ ആയിട്ടുള്ള കുരുവാണ് എന്നുണ്ടെങ്കിൽ പ്രിഫറബിളി മേക്കപ്പ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് തമന്നയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് തമന്ന പറയുന്നൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഹൗ ഡു യു ട്രീറ്റ് യുവർ പിമ്പിൾസ് എന്ന് പറയുമ്പം വിത്ത് സലൈവ എന്നാണ് പറയുന്നത്. അതായത് തുപ്പൽ കൊണ്ട് മുഖക്കുരുവിൽ തൊടും എന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത് റീസെൻ്റ്ലി വന്നതാണ്. ആസ് എ ഡെർമറ്റോളജിസ്റ്റ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? I think that's very disgusting.
ഈ പറയുന്ന പോലെ തമന്നയ്ക്ക് ഒരു ചെറിയൊരു ബെൻസൈൽ പെറോക്സൈഡ് വാങ്ങാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ഓബ്വിയസ്ലി ഷീ മൈറ്റ് ബി ഡൂയിങ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. പക്ഷെ നാട്ടുകാരോട് പറയുന്ന പോലെ ഈ സമയത്ത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് തെറ്റിദ്ധാരണയിലോട്ട് വരുത്തുന്നതിൽ ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് വെരി റോങ് വാട്ട് ഷീ ഹാസ് ഡൺ. അങ്ങനെ ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാമോ? ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവാം. എനിവേ സലൈവ കണ്ടെയ്ൻസ് ലോഡ് ഓഫ് അൺവാണ്ടഡ് തിങ്സ്. കുറേയൊക്കെ ബാക്ടീരിയ, കുറേ എൻസൈം, അതും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കാ ഇവിടെ കുരു വരാതിരിക്കാമല്ലോ. എല്ലാവരും ഇതേപോലെ സലൈവ എടുത്ത് തേച്ചാൽ പോരെ. ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഈ പോർസ്, ഹൗ ഡു വി ട്രീറ്റ് ദ പോർസ്? നമുക്ക് മൂക്കുരു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് കുറച്ച് പ്രായമാകുമ്പോൾ പോറുകൾ വന്നു തുടങ്ങുമല്ലോ. ഇപ്പോൾ എനിക്കും ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യുക? പോർസ് എന്ന് പറയുന്നത് ബേസിക്കലി സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഡക്റ്റാണ്. അതായത് ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഗ്ലാൻഡ് പുറത്തോട്ട്, സ്കിന്നിന്റെ പുറത്തോട്ട് പോകാനുള്ള ഒരു ഡക്റ്റാണ്. ആ ഡക്റ്റ് എന്താ പറയുക, വിത്ത് ഏജ് നമ്മുടെ സൈഡിലുള്ള കൊളാജൻ, അതായത് സൈഡിലുള്ള ബ്രിക്ക് എന്ന് വിചാരിച്ചോളൂ. ആ ബ്രിക്കൊക്കെ ലൂസ് ആകുമ്പോൾ ഈ സാധനം ഇത്തിരി വൈഡൻഡ് ആവും. അതാണ് പോർസ് വൈഡൻഡ് ആവുക എന്ന് പറയുന്നത്. പക്ഷെ അതും ആക്നയുടെ സ്കാർസും രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. അപ്പോൾ ആക്നയുടെ സ്കാർസ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഈ ഐസ്പിക് സ്കാർസ് എന്ന് പറയും. അതായത് ഒരു പിന്ന് വെച്ച് കുത്തിയ പോലത്തെ ഉള്ള സ്കാർ, ആ സാധനമാണ് ഐസ്പിക് സ്കാർസ്. ഇത് രണ്ടും ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. രണ്ടാണെന്നുണ്ടെങ്കിലും മൈക്രോ നീഡ്ലിംഗ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. മൈക്രോ നീഡ്ലിംഗ്, ഫ്രാക്ഷണൽ CO2 എന്നൊക്കെ പറയുന്ന ഓരോരോ പ്രിക്കായിട്ട് തന്നെ പോകുന്ന ഓരോരോ ലേസേഴ്സും അതെ, പ്രൊസീജിയറും അതെ. ബേസിക്കലി നമ്മൾ അതിൽ ചെറിയ ചെറിയ മുറിവ് ഉണ്ടാക്കുന്നു. ആ മുറിവ് ഹീലാവുമ്പോൾ ഈ ആദ്യം ഉണ്ടാക്കിയ സ്കാർ ഒന്ന് ഒതുങ്ങും. അപ്പോൾ ഇറ്റ് ലുക്ക് മച്ച് ബെറ്റർ, അത്രയേ ഉള്ളൂ. എന്നാലും ലൈക്ക് ഐ സെഡ് അഗൈൻ, ചിലപ്പോൾ 100% ഒരിക്കലും പഴയതുപോലെ ആവില്ല. ദ സ്കാർസ് വിൽ അപ്പിയർ ബെറ്റർ. പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ടെർമിനോളജി ഉണ്ടല്ലോ, എന്താണ് ഈ പിഗ്മെന്റേഷൻ? എങ്ങനെ ട്രീറ്റ് ചെയ്യാം? പിഗ്മെന്റേഷൻ ജനറലി റെഫർ ചെയ്യുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. ഓക്കെ, കളറാണ് പിഗ്മെന്റേഷൻ. അപ്പൊ ഹൈപ്പോ പിഗ്മെന്റേഷനും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിറ്റിലിഗോ, പാണ്ട് എന്നുള്ള കണ്ടീഷനിലൊക്കെ ഹൈപ്പോ ആണ്, അതായത് അവിടെ പിഗ്മെന്റ് ഇല്ല, മെലനിൻ ഇല്ല. വേറെ ഹൈപ്പോ പിഗ്മെന്റേഷൻ ആണെങ്കിൽ കളർ കൂടുതലാണ്, കറുപ്പ് കൂടുതലാണ്. കൂടുതലും മെലനിൻ അല്ലെങ്കിൽ മെലനോസൈറ്റ്സ്, ഒന്നെങ്കിൽ ആ സെല്ലാവാം അല്ലെങ്കിൽ ആ മെലനിൻ കളറേഷൻ ആയിരിക്കാം. അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓവറോൾ പുറത്ത് കാണുന്നത് ഡാർക്കർ ആയിട്ടുള്ള ഒരു സ്കിൻ കളർ ചേഞ്ച് ആണ്. പല റീസൺ കൊണ്ടും വരാം. വെറുതെ ഒരു കുരു വന്ന് പോയി കഴിഞ്ഞാൽ അത് ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയും ഞങ്ങൾ, PIH. അതാണ് മോസ്റ്റ് കോമൺലി കാണുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ. അല്ലാതെയും കുറേ അസുഖങ്ങൾ കാരണം പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ പോർസ് 100% ക്യൂറബിൾ അല്ല എന്നാണോ പറയുന്നത്? ഇപ്പം നമ്മൾ ഒരു 30-year-old വന്നു. അപ്പോൾ അവർക്ക് ഐസ്പിക് സ്കാർസ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, കുരു കാരണം വന്നിട്ടുള്ള സ്കാർ ആയിരുന്നു. അവർ ഈ പറയുന്ന പോലെ ഫോർ എക്സാമ്പിൾ മൈക്രോ നീഡ്ലിംഗ് ചെയ്തു എന്ന് വെച്ചോളൂ. ഇവൻച്വലി അവരുടെ ഒരു 5-6 സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് കുറേയൊക്കെ ശരിയായി. അവർ ഏജ്ഡായി. പിന്നെ അവർ സ്കിൻ കെയർ റൂട്ടീൻ വിട്ടു, എല്ലാം അതൊക്കെ ചെയ്യലൊക്കെ വിട്ടു. ദെൻ ദിസ് 30-year-old പേഴ്സൺ 40 years ആയപ്പോഴും 50 years ആയപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവൻച്വലി അവരുടെ സ്കിൻ നാച്ചുറലി ഏജ്ഡ് ആവും. ഏജ്ഡ് ആകുമ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ ഓപ്പൺ പോഴ്സ് ഒക്കെ വീണ്ടും പ്രോമിനൻ്റ് ആയിട്ട് വരാം. സോ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി പോയി എന്നല്ല. അതുകൊണ്ട് 100% ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വ്യത്യാസം വരാൻ പോകുന്നില്ല. വിത്ത് ഏജ് ലോഡ് ഓഫ് ഫർദർ ഡീജനറേഷൻ ഹാപ്പൻസ്. അതുകൊണ്ടാണ് നമ്മൾ റുട്ടീനോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ പ്രോസസ് ഓഫ് ഏജിങ് ടേക്സ് പ്ലേസ്. സോ ആ ഒരു റീസൺ കൊണ്ടാണോ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, അതായത് ഒരു ദിവസം ചെയ്ത് നിർത്തരുത് അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത് നിർത്തരുത് എന്ന് പറയുന്നത്? അതെ, നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ അഭിഷേകിന് ആ കാര്യത്തിൽ നല്ലോണം അറിയുണ്ടാവുമല്ലോ. ഒരു വർഷം നല്ലോണം വർക്കൗട്ട് ചെയ്തു, പിന്നെ ഒരു വർഷം അങ്ങ് നിർത്തി, കംപ്ലീറ്റ്ലി മതി എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് എന്താവും അവസ്ഥ? സെയിം തിങ് വിത്ത് സ്കിൻ. നമ്മൾ ഏജ് ആവുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ആ ഏജ് നമ്മൾ മസിൽ ബിൽഡിംഗ് പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും അതേപോലെ കൊളാജൻ ഇലാസ്റ്റിൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് അതിൻ്റെ പാട്ടിനങ്ങ് പോകും വിത്ത് ഏജ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ആക്നെ എന്ന് വെച്ചാൽ ആക്നെ എക്സ്കോറി എന്ന് പറയും. അതായത് നമ്മൾ
ഇടയ്ക്കിടയ്ക്ക് ഒരു കുരു വന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കും എന്ന് അറിയാമല്ലോ. അതങ്ങനെ മാന്തിയിട്ട് അത് കൂടുതലും ഒരു മോസ്റ്റ് ലൈക്ലി ഒരു വര, ഒരു സ്ട്രീക്ക് ഓഫ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, മുറിവ് എല്ലാം കൂടെ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ആക്നെ എക്സ്കോറി. കോമൺലി ടീനേജേഴ്സ് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെയും അത് കൂടാനല്ലേ ചാൻസ്? അത് കൂടും, സ്കാർ ഉണ്ടാവും, അത് ട്രീറ്റ് ചെയ്യാൻ പാടാണ്. പിന്നെ അണ്ടർലൈങ് ആയിട്ട് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ട്രീറ്റ് ചെയ്യണം. കാരണം മോസ്റ്റ് ലൈക്ലി ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും കോൺസ്റ്റന്റ്ലി ഇങ്ങനെ അതിൽ തന്നെ പിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. സോ ഇഫ് ഇറ്റ് ഓൾ അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അഡ്രസ്സ് ചെയ്യണം. ഹൈപ്പർ പിഗ്മെന്റേഷനിൽ കോമൺലി നമുക്ക് കാണുന്നത് PIH അല്ലാതെ കോമൺലി കാണുന്നത് മെലാസ്മയാണ്, കരിമംഗല്യം എന്ന് പറയും. അത് കോമൺലി കാണുന്ന ഈ ചീക്സിന്റെ ഭാഗത്ത്, അല്ലാത്ത രീതിയിൽ നെറ്റിയില്, കവിളിന്റെ താഴെ, ചിലപ്പോൾ ആക്ച്വലി കയ്യിലും കാലിലും അടക്കം വരാം മെലാസ്മ. സോ മോസ്റ്റ് കോമൺലി അത് സ്ട്രെസ് കൊണ്ട്, ഹോർമോൺ ചേഞ്ചസ് കൊണ്ട്, വെയിൽ കൊണ്ട്, ചൂട് കൊണ്ടൊക്കെയാണ് അതുണ്ടാവുന്നത്. അതും ഒരുമാതിരി വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. കോമൺലി കാണുന്ന ഒരു കാര്യമാണ് മെലാസ്മ. അതിന്റെ ട്രീറ്റ്മെന്റ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും യൂഷ്വലി ഫസ്റ്റ് തിങ് ചൂട് അവോയ്ഡ് ചെയ്യുക, വെയിൽ അവോയ്ഡ് ചെയ്യുക, ലൈക്ക് ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക. പിന്നെ ഒരു ഡീപിഗ്മെന്റേഷൻ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ ഇത്ര നേരം പറഞ്ഞതിനകത്ത് 2 ടെർമിനോളജീസ് പറഞ്ഞായിരുന്നല്ലോ, കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ. ശരിക്കും എന്താണ് ഇത് രണ്ടും? എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? കൊളാജൻ എലാസ്റ്റിൻ ബേസിക്കലി ഒരു പ്രോട്ടീനാണ്. ഓക്കെ, അത് നമ്മളുടെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൂടുതലും അത് സ്കിന്നിന്റെ ഒരു ലെയറിലാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി, അതായത് നമ്മളുടെ വലിക്കുന്ന സമയത്ത് തിരിച്ച് അതേപോലെ തന്നെ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം ആവുന്നതും അതിനെ ഫേം ആയിട്ടും വെക്കുന്ന 2 പ്രോപ്പർട്ടീസാണ് ഇലാസ്റ്റിനും കൊളാജൻ റെസ്പെക്റ്റീവ്ലി കൊടുക്കുന്നത്. അത് വിത്ത് ഏജ് അത് ബ്രേക്ക് ഡൗൺ ആയി പോകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ലൂസായി വരിക. അല്ലെങ്കിൽ നമുക്ക് ഈ വയസ്സായ അമ്മൂമ്മമാരുടെയൊക്കെ കൈ ഇങ്ങനെ പോയി പിടിക്കുമ്പോൾ അറിയില്ല, നമ്മളിങ്ങനെ പിടിച്ചു വെച്ചാൽ പെട്ടെന്ന് അവിടെ പോവില്ല, അത് പകരം അങ്ങ് മെല്ലെ പോയിട്ട് അവിടെ നിൽക്കും, ചിലപ്പോൾ ആ ഷേപ്പ് തന്നെ നിൽക്കും, പിന്നെയാണ് അത് പോകുന്നത്. അവരുടെ ഇലാസ്റ്റിൻ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കുറയുന്നതുകൊണ്ടാണ്. ഈ കൊളാജിൻ അല്ലെങ്കിൽ ഇലാസ്റ്റിന്റെ ലെവലുകൾ കുറയാതെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ബേസിക് ആയിട്ട് നമ്മൾ കൊളാജൻ ഇലാസ്റ്റിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചുറി ഫെർദർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് യൂഷ്വലി. അതായത് ലേസർ വഴിയോ ഈ മൈക്രോ നീഡ്ലിംഗ് പോലെ, അല്ലെങ്കിൽ കുറച്ച് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, ഈ വക മെത്തേഡ്സ് കൂടെ നമ്മൾക്ക് കൊളാജനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി. അതായത് ബേസിക്കലി നമുക്കൊരു എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുമ്പോൾ ഈ കൊളാജൻ വരും, ഇലാസ്റ്റിൻ വരും, അവിടെ വന്നിട്ട് അവിടെ റിപ്പയർ നടക്കും. ദാറ്റ് ഈസ് നാച്ചുറൽ ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗ് മെക്കാനിസം. അത് തന്നെയാണ് നമ്മൾ ആന്റി ഏജിങ് ആയിട്ട് നമ്മൾ മുഖത്തും കഴുത്തും കയ്യിലും ഒക്കെ ചെയ്യുന്നത്. ഒരു വൂണ്ട് ഉണ്ടാക്കിയിട്ട് ആ വൂണ്ടിനെ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ പഴയ ഇലാസ്റ്റിൻ കൊളാജനൊക്കെ കുറേയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ വക പ്രൊസീജിയേഴ്സ് അതുകൊണ്ടാണ് ഏർലിയർ ദ ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഒരു യങ്ങറായിട്ട് ഒരു 30s ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുറിവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ ഒരു വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പെട്ടെന്ന് ഒരു ചതവ് കിട്ടിയാൽ തന്നെ അത് പെട്ടെന്ന് ബ്ലീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വയസ്സായ ആളുകൾക്ക് ഒരു മുറിവ് കൂടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വൂണ്ട് ഹീലിംഗ് കപ്പാസിറ്റി ഏജ് കൂടുന്തോറും കുറയും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന്റി ഏജിങ് കൊളാജൻ ഇലാസ്റ്റിൻ കൂടുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അല്ല, എന്നാലും എനിക്കതിൽ കൺഫ്യൂഷനുള്ള കാര്യമേ, മുറിവ് ഉണ്ടാക്കിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതെന്ന് പറഞ്ഞ്. അതെ, അപ്പം അതായത് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക എന്നാണ് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരുമോ? വേർബലി അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇൻഡയറക്ട്ലി ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഓരോരോ മെത്തേഡിലും പല പല രീതിയിലാണ് നമ്മൾ ഈ മുറിവ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ അൾട്രാസൗണ്ട് ആയിട്ടുള്ള മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡീപ്പർ ലെവലിലാണ് മുറിവ് ഉണ്ടാക്കുന്നത്, ത്രൂ ഹീറ്റ് ഓർ ത്രൂ എനർജി. അത് ഡീപ്പറില്ല, നമുക്ക് പുറമേ സ്കിന്നിൽ കാണില്ല, പുറമേ വെറുതെ ഒരു റെഡ്നെസ് മാത്രമേ കാണുള്ളൂ. പക്ഷെ ഉള്ളിൽ അതൊരു മൈൽഡ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കും മുറിവ്. അത് ഹീലാവുമ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് മെക്കാനിസം ഫോർ ലൈക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ഹൈഫു എന്നൊക്കെ പറയുന്ന മെഷീൻസ് കൊണ്ട് ഉള്ള ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി വഴിയും ഇത് തന്നെയാണ് ചെയ്യണത്. മുറിവ് ശരിക്കും ലിറ്ററലി ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ നീഡിൽസ് സ്കിന്നിനെ പ്രിക്ക് ചെയ്യും.
അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ അതൊരു റെഡ്നെസ് ആയിട്ടേ കാണുള്ളൂ, പക്ഷെ ആക്ച്വലി അത് ഒരു ഡെപ്തിലോട് ചിലപ്പോൾ ഒരു 0.5 mm അല്ലെങ്കിൽ ഒരു 1 mm. ഇപ്പോൾ ആക്നെ സ്കാറൊക്കെ ആണെങ്കിലും സെയിം തിങ് തന്നെ ചെയ്യും, പക്ഷെ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 2 mm and all. അപ്പോൾ ആ മുറിവ് കാണാനും ചിലത് കുറച്ച് ബ്ലീഡ് ചെയ്യുകയും ചെയ്യും. ആ മുറിവ് വന്നിട്ട് വീണ്ടും നമ്മൾ സെയിം തിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സ്കിൻ ഇഷ്യൂ എന്താണ്? ഓക്കെ, ഇപ്പോൾ എസ്തെറ്റിക് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ മുഖക്കുരു, കരിവാളിപ്പ്, ലൈക്ക് ടാനിങ്, അത് കോമൺ ആയി കാണും. നമ്മൾ കയ്യിലൊക്കെ കുറേ ആൾക്കാർ വരും, കയ്യിലൊരു ഷർട്ടിൻ്റെ ഇവിടം വരെ നോർമൽ സ്കിന്നാണ്, ഇതിൻ്റെ അപ്പുറം കറുത്തിട്ടാണ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആണ്. ടാനിങ്, മെലാസ്മ. പിന്നെ കോമൺലി സ്കിന്നിലല്ലാതെ ഹെയറിൽ കാണുന്നത് ഇപ്പോൾ വെരി കോമൺലി കഷണ്ടി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ കൂടുതൽ അഡ്രസ്സ് ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കും ഹെയർ ഫോള് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡെയിലി കാണുന്ന ഓരോരോ കാര്യങ്ങൾ. ഇന്റർവ്യൂവിന്റെ തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞതിനകത്ത് ട്രീറ്റ്മെന്റുകളിലെല്ലാം സൺസ്ക്രീൻ വരുന്നുണ്ട്. സൺസ്ക്രീനിന് ഇതിന്റെ കോമൺ ആയിട്ടുള്ള 2 finger റൂൾ എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ വളരെ വളരെ മിനിമലായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൺസ്ക്രീനുകൾ പറയുന്നുണ്ട്. ശരിക്കും സൺസ്ക്രീൻ എന്ന ടോപ്പിക്കിൽ ഒരു പിക്ചർ ക്ലാരിറ്റി ആയിട്ടൊരു ഡെഫിനിഷൻ, എങ്ങനെയാണ് സൺസ്ക്രീൻ നമ്മളെ സഹായിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? സൺസ്ക്രീൻ ബേസിക്കലി നമ്മൾ ഈ കരുവാളിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു പരിധി വരെ നമുക്ക് ടാനിങ് പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ മെയിൻലി നമുക്ക് ഈ സൺ ലൈറ്റ് കാരണമുള്ള എസ്പെഷ്യലി ഒരു ടൈം സ്പാൻ പറയുവാണെങ്കിൽ ഒരു 10 o'clock to 3 o'clock എന്നുള്ള സമയം, നമ്മുടെ ടൈമിലുള്ള ആ ഒരു ഉച്ചവെയിലിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാഷ് ആയിട്ടുള്ള സൺ റേസ് ആയിരിക്കും അപ്പോൾ വരിക. അപ്പോൾ ഈ സണ്ണിൻ്റെ റേസ് 3 ടൈപ്പ് ഓഫ് റേസ് ആണ്. ഒന്ന് UVA, UVB, UVC. ഓക്കെ, UVC മിക്കവാറും അറ്റ്മോസ്ഫിയറിന്റെ മേലെ തന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ ഓസോൺ ലെയർ കടത്തി വിടില്ല. പിന്നെ താഴോട്ട് വരുന്നതാണ് UVAയും UVBയും. ഈ UVA ആണ് കൂടുതലും ഈ പ്രിമച്വർ ഏജിങ്, ടാനിങ്ങിന്റെ ഒക്കെ ഒരു കാരണം ഉണ്ടാക്കുന്നത്. പക്ഷെ UVB ആണ് ഇത്തിരിയും കൂടെ DNA ഡാമേജസ് ഉണ്ടാക്കുന്നത്. സോ മെയിൻലി നമുക്ക് ഇങ്ങനത്തെ ഈ ഡാമേജ് കാരണം കോമൺലി കാണുന്നതാണ് ഈ സ്കിൻ ക്യാൻസേഴ്സ്. ബേസിക്കലി ഒരു DNA ഡാമേജ് വന്നു കഴിഞ്ഞാലാണ് കൂടുതലും സ്കിൻ ക്യാൻസേഴ്സിലോട്ട് ലീഡ് ചെയ്യുന്നത്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി വെസ്റ്റേണേഴ്സിൽ അത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ക്യാൻസേഴ്സ് നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ എന്നിരുന്നാലും ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ദർ ഇസ് സ്കിൻ ക്യാൻസേഴ്സ്. കോമൺലി സീൻ ആയിട്ടുള്ളത് ഈ സ്ക്വാമസ് സെൽ കാർസിനോമ, ബേസൽ സെൽ കാർസിനോമ, മെലനോമ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെലനോമ വരാതിരിക്കണം എന്നില്ല. സോ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സൺസ്ക്രീൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അല്ലാത്തത് നമ്മളൊരു ഇപ്പോൾ ഒരു സ്കിൻ കൺസേൺ ഉള്ള ഒരാളാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആക്നെയാണോ പിഗ്മെൻറ്റേഷൻ ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇതിനൊരു പ്രൊട്ടക്ഷൻ കൂടെ വേണം. യൂഷ്വലി അത് രാത്രി ആയിരിക്കും മരുന്ന് കൊടുക്കുക. മരുന്ന് ഡീപിഗ്മെന്റേഷനോ ആക്നെക്കാണെങ്കിൽ അതിന്റെ എക്സ്ഫോളിയേഷനോ എന്തിനെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ സ്കിന്ന് ഭയങ്കര ബെയറാണ്, അതായത് ഒന്നുമില്ല. ഇതിനെയും ഒന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്തത് വെറും വേസ്റ്റ് ആവാം. അപ്പോൾ നമ്മുടെ ആസ്പെക്റ്റിൽ ഈ 2 കാരണങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് മേജർലി DNA ഡാമേജ് ഉണ്ടാവാതിരിക്കാനും പ്രിമച്വർ ഏജിങ് ഉണ്ടാവാതിരിക്കാനും അനാവശ്യമായിട്ടുള്ള കുറേ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു ടാനിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല. ഈ സൺസ്ക്രീനിൻ്റെ ഒരു ഇഷ്യൂ പറയുമ്പം വൈറ്റമിൻ D കിട്ടണമെങ്കിൽ സണ്ണിൻ്റെ ഡയറക്റ്റ് കോണ്ടാക്ട് വേണം. അതും 10 to 3 എന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങാനെന്നും പറയുന്നു. സോ ഈ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ വേ ചെയ്യണം. ബേസിക്കലി പ്രോസ് വേഴ്സസ് കോൺസ് എന്നുള്ള രീതിയിൽ തന്നെ നോക്കണം. അപ്പോൾ ഒരു ഐഡിയലി നമ്മുടെ ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൊള്ളണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് സൺലൈറ്റ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് സൺലൈറ്റ് ആയിരിക്കും ബെസ്റ്റ് ഫോർ ഡി അബ്സോർപ്ഷൻ. കൂടുതലായിരിക്കില്ല ഓഫ് കോഴ്സ്, പക്ഷെ നമുക്ക് ത്രൂ സൺ ആണെന്നുണ്ടെങ്കിൽ ഐഡിയലി ഇതായിരിക്കും നല്ല ടൈം, ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്സ്. പിന്നെ ഉള്ളത് കൂടുതൽ ട്രങ്കിലും കാലിലും കാണിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒന്ന് സർഫസ് ഏരിയ കൂടുതലാണ് അവിടെ, അല്ലാതെ നമ്മുടെ ഇത്തിരി പോകുന്ന കൈയും ഇത്തിരി പോകുന്ന മുഖം കാണുന്നതിനെക്കാട്ടിലും ഭേദം ട്രങ്കാണ്.
സോ അതൊന്ന്. പിന്നെ ഓബ്വിയസ്ലി നമുക്ക് ഫുഡിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടും. സണ്ണ് മാത്രമല്ല ദി ഓൺലി സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. ഫുഡിൽ നിന്ന് കുറേ കിട്ടും, അല്ലെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റ്സും ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ആളുകൾ ഇതൊന്നും ചെയ്യാതെയാണ് വൈറ്റമിൻ ഡി. നമ്മുടെ നാട്ടിൽ രണ്ടാൾക്കാരുടെ അടുത്തായാലത്തെ ഒരാൾ എന്തായാലും ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അത്രയും കോമൺ ആണ്. അപ്പോൾ പ്രോബബ്ലി അവർക്ക് ഫുഡിൽ നിന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്ക് ഒന്ന് പുറത്തിറങ്ങി നടന്നാൽ തന്നെ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് നമ്മളെ കേരളത്തിൽ പോലെ ഒരു വെയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. എത്ര ടൈം ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സൺ അപകടമാണ്? നമ്മുടെ സ്കിന്ന്, ഹ്യൂമൻ ബീയിങ്സിന് 6 ടൈപ്പ് ഓഫ് സ്കിൻ കളറേഷന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ്സ്പാട്രിക് സ്കെയിൽ എന്നാ പറയുക. അതായത് ഫിറ്റ്സ്പാട്രിക് 1 ആണെന്നുണ്ടെങ്കിൽ നല്ലോണം വെളുത്തിട്ടുള്ള ജിഞ്ചർ ഹെയർ ആയിട്ടുള്ള ആളുകൾ, അതായത് റെഡ് ഹെയർസ് ആയിട്ടുള്ള ആൾക്കാർ. വേറെസ് 6 വരുന്നത് നല്ലോണം കൂടുതൽ നമ്മുടെ ആഫ്രിക്കൻ പോപ്പുലേഷനാണ്, ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഇന്ത്യൻസ് ശരിക്കും പറഞ്ഞാൽ 3, 4, 5, 6, 3 വരില്ല, 4, 5, 6 കോമൺലി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെയിലിൻ്റെ കൂടുതലായിട്ട് ടൈം നമ്മുടെ നാട്ടിലൊക്കെ ഒരു 15 minutes ഒക്കെ കൊണ്ടാൽ ഡാമേജ് ഉണ്ടാകും. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പീക്ക് അവേഴ്സിൻ്റെ ടൈമിൽ 10 മണി തൊട്ട് 3 മണി വരെയുള്ള ടൈമിൽ ഒരു 15 minute ഡയറക്റ്റ്ലി കിട്ടിയാൽ മതി ഡാമേജ് ഉണ്ടാക്കാൻ. വേറാസ് ഒരു വെളുത്തൊരാളാണ്, അല്ലെങ്കിൽ ഒരു കൊക്കേഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 5 minute ആണെങ്കിലും മതി അത് ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി മെലനിൻ പ്രൊട്ടക്റ്റീവ് ആണ് സൺലൈറ്റിന്. ബട്ട് ഈ ഒരു 15 minutes 5 minutesന്റെ ഗ്യാപ്പേ ഉള്ളൂ, നമുക്കും ഡാമേജ് വരും. അപ്പം സ്കിൻ ടു സ്കിൻ അത് വേരി ചെയ്യും എന്നുള്ളതാണ്. അതെ, സ്കിൻ ടു സ്കിൻ വേരി ചെയ്യും. കാരണം നമ്മൾക്ക് ആ മെലനിൻ വന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ടാൻ ആവണേ. വേറെ ഒരു വെളുത്ത ഒരാൾ, ഒരു കൊക്കേഷ്യൻ സൺലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടാൻ ആയി കറുത്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു പേഴ്സൺ മറ്റേ സൺബേൺ വന്ന് കുമിളയൊക്കെ വന്ന് ആകെ കൂടെ പ്രോബ്ലം ആവാം. അതുകൊണ്ട് നമ്മൾ ഓബ്വിയസ്ലി വി ഷുഡ് ബി ഹാപ്പി ദാറ്റ് വി ആർ മെലനേറ്റഡ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഒരു ചോദ്യം സൺസ്ക്രീൻ റിലേറ്റഡ്, എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. ഈ 2 finger റൂള്, 2 finger breath, അത് തന്നെയാണ് ശരിക്കും? 2 finger എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടും, ഒരു ഫിംഗർ കൂടെ എക്സ്ട്രാ വരികയാണെങ്കിൽ കഴുത്തും കൂടെയാണ്. സോ ഇത്ര എമൗണ്ട്, അത്രയും ml ഓഫ് സൺസ്ക്രീൻ വേണം നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തരാൻ. അപ്പോൾ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ അത് ഒരു പ്രാവശ്യം തേച്ചു എന്ന് കഴിഞ്ഞിട്ട് കാര്യമായിട്ടില്ല. അതൊരു ഐഡിയലി ഒരു 2 hours കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 4 hours എന്നും പറയും. ഇപ്പം പുറത്ത് തന്നെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 hours കൂടുമ്പോൾ തന്നെ തേക്കേണ്ടതാണ്. അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമെങ്കിൽ എത്ര ടൈം ഇടേണ്ടി വരും? 2 hours ഓരോ ഗ്യാപ്പിൽ അപ്ലൈ ചെയ്തേണ്ടി വരും അല്ലേ? അതെ, 2 fingers ഫോർ ഫേസ്, 1 finger ഫോർ നെക്ക്, അതാണ് ടോട്ടൽ 3. അതിനെക്കാട്ടിലും ഭേദം ഒരു തൊപ്പിയോ ഒരു കൊടയോ പിടിക്കുന്നതാണ് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് വരുന്ന ഒരു കാര്യം. അതുപോലെ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ വളരെ വളരെ അധികം സൺസ്ക്രീനുകൾ അവൈലബിൾ ആണ്. പല പല മോളിക്യൂൾസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സൺസ്ക്രീൻ. ശരിക്കും ഒരു ഐഡിയൽ സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഐഡിയൽ സൺസ്ക്രീൻ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ കൂടുതലും ഞാനാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ലെങ്കിൽ ഫാർമസി ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും ഞാൻ പറയാം. അതിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SPF ഫാക്ടർ മിനിമം ഒരു 30 ഉണ്ടോ എന്ന് നോക്കണം. 30യുടെ മേലെ യൂസ് ചെയ്യാം. 30 to 50 ആണെങ്കിലും മതി. അത് കൂടുതലും UVB എന്ന റേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളത് PA ഫാക്ടർ, അത് $++ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കും. അപ്പം അത് UVAൻ്റെ അടുത്തുനിന്ന് ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐഡിയലി ഈ ഒരു ന്യൂമറിക്കൽസ് ഫോളോ ചെയ്യണം. പിന്നെ ഉള്ളത് ഓരോ ആൾക്കാരനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി ലിക്വിഡി ടൈപ്പ് ക്രീമി ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും ഇഷ്ടമാവുക. അല്ലാതെ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഈ നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. അത് ഓരോ ആൾക്കാർ അനുസരിച്ചിട്ട് മാറും. നമ്മുടെ ഫേസ് വാഷ് പറഞ്ഞ പോലെ തന്നെ അതും വ്യത്യാസം വരും. സോ ഓരോ ടൈപ്പ് ഓഫ് സ്കിന്നിന് ഓരോ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെ, അതും നമുക്ക് ചിലപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒരാൾക്ക് ഇഷ്ടമാവണം എന്നില്ല. അപ്പോഴും നമുക്ക് വേറെ ട്രൈ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് ഇറ്റ്സ് എൻ ഓക്കെ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതായത് സാധാരണ ഓവർ ദ കൗണ്ടർ പ്രോഡക്ട്സിനെക്കാട്ടിലും എപ്പോഴും ബെറ്റർ നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ സൺസ്ക്രീനുകൾ. എക്സാക്ട്ലി. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ അല്ലാതെ ഈ
ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ബ്രാൻഡ്സുകൾ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? ഒന്ന് എന്താന്ന് വെച്ചാൽ അത് അവർ എത്രത്തോളം അതിന്റെ അത് ലേബലിൽ എഴുതി വെച്ച് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഇത് ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവിടെ പിന്നെയും യു വിൽ ഗെറ്റ് ബെറ്റർ പ്രോഡക്ട്സ് എന്നാണ് തോന്നുന്നത്. കാരണം അതിന്റെ ഒരു സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് അവിടെ ഉണ്ട്. അതിനെങ്ങനെ എന്താ പറയാ, അവര് ലേബലിൽ എഴുതി തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടുത്തെ ഇത് നമുക്കൊരു, ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ബയോട്ടിക്കിന്റെ ഒക്കെ ഒരു ബ്രാൻഡിന്റെ ഉണ്ട്, അതൊരു ആയുർവേദിക് സൺസ്ക്രീൻ എന്നുള്ള രീതിയിലാണ് അതൊക്കെ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് നോട്ട് ലൈക്ക് ഫാക്ച്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മളുടെ പൊതുവെ ഓവർ ദ കൗണ്ടർ യൂസ് ചെയ്യരുത് എന്ന് പറയാൻ കാരണം. സോപ്പുകൾ, ഇപ്പം സോപ്പ് എനിക്ക് തോന്നുന്നു കൂടുതൽ യൂസ് ചെയ്യുന്ന ആണുങ്ങൾ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വലിയ വലിയ കൺസേൺഡ് ആയിട്ടുള്ള സ്ട്രിഞ്ചൻ മെത്തേഡ്സ് ഒന്നും ഇല്ല ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ. നമുക്ക് ഒരു ഷോപ്പിംഗ് മാർട്ടിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കണ്ണിൽ കാണുന്നൊരു സോപ്പ് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴീ ഇൻഫ്ലുവൻസർ സൈഡ് അല്ലെങ്കിൽ ഈ ഡെർമറ്റോളജി ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് എല്ലാം വളരെ പോപ്പുലറായി തുടങ്ങിയ ശേഷമാണ് ഓരോ സോപ്പിനും ഓരോ pH വാല്യൂ ഉണ്ട്. സോപ്പ് എടുക്കുമ്പോഴും നമ്മൾ വളരെ കുറേ ഫാക്ടേഴ്സ് അതിൽ നോക്കണമെന്നൊക്കെ അറിഞ്ഞത്. ശരിക്കും ഐഡിയലി സോപ്പ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഓക്കെ, ഐഡിയലി നമ്മുടെ ഇതൊക്കെ പറയണ pH വാല്യൂ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഡവിന്റെ സോപ്പ് ഉണ്ടല്ലോ, അതും അവരെ ക്ലെയിം ചെയ്യുന്ന pH കുറവാന്നുള്ള രീതിയിലാണ്. ബേസിക്കലി നമ്മുടെ സ്കിന്നിന്റെ pH കുറവാണ്. അപ്പൊ സാധാരണ അല്ലാത്ത സോപ്പുകളൊക്കെ ആൽക്കലൈൻ ആണ്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ തേക്കുന്ന സമയത്ത് ഈ ആസിഡും ആൽക്കലൈൻ കൂടെ കൂടുതലായിട്ട് കാരമാണെന്നുണ്ടെങ്കിൽ ഡ്രൈനെസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം pHലുള്ള സോപ്പ് യൂസ് ചെയ്യുന്നത്. സെയിം pHനുള്ള സോപ്പിനെ സോപ്പ് എന്നല്ല പറയാ, ബാർ എന്നാണ് പറയാ. സിന്തറ്റിക് ഡിറ്റർജന്റ് എന്നാണ് pH കുറഞ്ഞിട്ടുള്ള, അതായത് അസിഡിക് ആയിട്ടുള്ള സോപ്പുകളെ വിളിക്കുന്നത്. ആൽക്കലൈൻ ആയിട്ടുള്ള സോപ്പാണ് ആക്ച്വൽ സോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും പ്രിഫർ ദ ബാർസ് ബെറ്റർ. ബാറും സോപ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും ബാറാണ്, അതായത് സിന്തറ്റിക് ഡിറ്റർജന്റ്, സിൻഡെറ്റ് എന്നും പറയും. സിൻഡെറ്റ് ബാർസ് എന്നാണ് അവരെ കോമൺലി പറയുന്നത്, ഈ ഡവ് ഉൾപ്പെടെ. നമ്മുടെ നാട്ടിലും വേറെ കുറെ സിൻഡെറ്റ് ബാർസ് ഉണ്ട്. അതാണ് പ്രിഫറബിളി ബെറ്റർ. നമ്മുടെ സ്കിന്നിന് പൊതുവേ ഡ്രൈനസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആ അഴുക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധാരണ കുളിക്കുന്ന സമയത്ത് ഇപ്പോൾ അതാ ബോഡിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഫേസിലും യൂസ് ചെയ്യാം, അതിനൊരു പ്രശ്നവും. അതേപോലെ തന്നെ ഇപ്പം കുളിക്കുന്നത്, അപ്പം അതിനൊരു പർട്ടിക്കുലർ റൂൾ ഉണ്ടോ? കാര്യം കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ ആയാലും ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്വെറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും കുളിക്കും. ഇപ്പോൾ ഒരു ദിവസം തന്നെ 1, 2, 3, 4 വട്ടം കുളിക്കുന്നവരുണ്ടാവാം. ശരിക്കും അങ്ങനെ ചെയ്യുന്നത് സ്കിന്നിന് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരു നല്ലോണം സ്വെറ്റി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുളിക്കുക തന്നെയാണ് നല്ലത്. ആ വേർപ്പ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഫർദർ കുരു, ഫോളിക്കുലൈറ്റിസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെക്കാട്ടിലും ഭേദം കുളിക്കുക തന്നെയാണ് നല്ലത്. സോപ്പ് യൂസ് ചെയ്യണ പോലെ, ഈ പറയണ പോലെ നേരത്തെ പറഞ്ഞ പോലെ സിന്തറ്റിക് ഡിറ്റർജൻസ്, സിൻഡെറ്റ് ബാറോ മറ്റോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ ഡ്രൈനസ് ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ഈ 3 നേരവും ഒരു സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈനസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് വേർക്കുക മാത്രമേ ഉള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ കുളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു അധികം ഡേർട്ട് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ. സ്വെറ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ തന്നെ പോകും യൂഷ്വലി. അതുപോലെ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ഡാർക്ക് സർക്കിൾസ്. ഇന്ത്യയിലെ പോപ്പുലേഷനിൽ വളരെ കൂടുതലാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു കാരണം വരുന്നത്? കുറെയൊക്കെ നമ്മുടെ ജെനറ്റിക്സും അങ്ങനെയാണ്. കുറെ ആൾക്കാരുടെ ഇത്തിരി കുഴിഞ്ഞ കണ്ണുകളാണ് കോമൺലി ഉള്ളത്, ഈ ഡാർക്ക് സർക്കിൾസ് പറയുന്ന ആൾക്കാരുടെ. അതായത് നമ്മുടെ ഓർബിറ്റ് ഉണ്ടല്ലോ, കണ്ണിന്റെ ചുറ്റുമുള്ള ആ ഒരു ഇത് ഇത്തിരി സങ്കണായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അപ്പാരന്റ്ലി അത് കാണുമ്പോൾ ഡാർക്കായിട്ട് തോന്നാം. പിന്നെ മോസ്റ്റ് കോമൺലി കാണുന്നത് നമ്മൾ സ്ക്രീൻസ് നോക്കുന്നു, രാത്രി ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം ഡീഹൈഡ്രേഷൻ കാരണമൊക്കെ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക്നെസ് വരും. ഇതൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് തിരിച്ച് നോർമലായിട്ട് തന്നെ ഇരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അപ്പം ഡാർക്ക് സർക്കിൾസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് ആ റീസൺ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഷിഫ്റ്റ് ഒക്കെ രാത്രി ആയിരിക്കും. ആൻഡ് ദാറ്റും അത് അവരെപ്പോഴും സ്ക്രീനിന്റെ മുന്നിലും ആയിരിക്കും. കോമൺലി ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത്, ഡാർക്ക് സർക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് ഒന്നുകിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ജോബ് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ അവർക്ക് ഇനഫ് സ്ലീപ്പ് ഉണ്ട്, വല്ലാതെ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ഇല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നോർമലി തിരിച്ച് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഡാർക്ക് സർക്കിൾസ് ക്യൂർ ചെയ്യാൻ വേണ്ടി ഐ പാച്ചസ് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആണോ? ക്രീംസ് അവൈലബിൾ ആണ്.
അത് യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മുടെ കോർ റീസൺ എന്താന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഈ സെയിം എക്സാമ്പിൾ തന്നെ ഒരു IT പ്രൊഫഷണൽ ആണ്. അപ്പോൾ അയാൾക്ക് ഞാൻ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തു. അയാൾ തേക്കുന്നുണ്ട്. പക്ഷെ തേക്കുന്നത് തന്നെ നേരെ ഷിഫ്റ്റ് ടൈമിലായിരിക്കാം. ഉറക്കം ശരിയല്ല, സ്ട്രെസ് കൂടുതലാണ്, എല്ലാം കൊണ്ടും ഞാനിപ്പോൾ മരുന്ന് കൊടുത്താലും അയാളുടെ ഡാർക്ക് സർക്കിൾസ് മാറണം എന്നില്ല. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് എപ്പോഴും ട്രിക്കിയാണ്. അത് കുറേ പേഴ്സണൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ മാറാവുന്ന ഒരു കാര്യമാണ്. സങ്കനായിട്ടുള്ള ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മാത്രം ഒരു കുഴി വരും. അത് വിത്ത് ഏജ് വരുന്നതാണ്. ബേസിക്കലി ആ ഭാഗത്തുള്ള ഫാറ്റ് ഡിസെൻഡ് ചെയ്ത് പോകുന്നതും അവിടെ ഒരു ഹോളോനെസ് ഉണ്ടാവുന്നതാണ്. അതും ഒരു ഡാർക്ക് സർക്കിൾ ആയിട്ട് ഉപമിക്കാറുണ്ട് ആളുകൾ. അപ്പം അങ്ങനത്തെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മാത്രം ഫില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഴി നികന്നിട്ട് അത് നോർമലായിട്ടിരിക്കും. അതിങ്ങനെ അപ്പാരൻ്റ്ലി ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് ഒരിക്കലും ആൾക്കാർ അറിയില്ല അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. അങ്ങനെയും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും ഇത്. അതുപോലെ ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ഫേഷ്യൽ ഹെയർസ് അല്ലെങ്കിൽ ഹിർസുട്ടിസം സ്ത്രീകളിൽ കൂടുതലായിട്ടും. ഇത് ശരിക്കും ക്യൂർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഹിർസുട്ടിസത്തിന്റെ മെയിൻ കോസായിട്ട് PCOS പറയുന്നുണ്ട്. അപ്പം PCOS ക്യൂർ ചെയ്തു അല്ലെങ്കിൽ PCOSനെ ട്രീറ്റ് ചെയ്താലും ഹിർസുട്ടിസം പോകണമെന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഹിർസുട്ടിസത്തിനുള്ളൊരു ട്രീറ്റ്മെന്റ്? ഹിർസുട്ടിസം എന്ന് ജനറലി പറയുന്നത് നമുക്ക് ടെസ്റ്റോസ്റ്റെറോൺ, കോമൺലി വിമനിൽ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കൂടുമ്പോൾ മീശ, താടി അല്ലെങ്കിൽ ചിലപ്പോൾ ചെസ്റ്റ് ഹെയർ ഒക്കെ കൂടുതലായിട്ട് വരുന്നതിനാണ് ഹിർസുട്ടിസം എന്ന് പറയുന്നത്. അത് ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്താലും ചിലപ്പോൾ ആ ഹെയർ പോകണം എന്നില്ല. അതായത് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൺട്രോൾ ചെയ്താലും ഹെയർ പോകണം എന്നില്ല. സോ അവർക്ക് ഓൺലി ഓപ്ഷൻ ഇസ് ലേസർ ഹെയർ റിഡക്ഷൻ. അത് മൾട്ടിപ്പിൾ സെഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഹെർസ്യൂട്ട് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 to 8 സെഷൻസ് മതിയാവില്ല. ചിലപ്പോൾ അതിലും കൂടുതലും ചെയ്യേണ്ടി വരും. കാരണം ഈ PCOD ഒരിക്കലും കംപ്ലീറ്റ്ലി ക്യൂർ ആവണം എന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ബാലൻസ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ട്രിഗർ ചെയ്ത് വരാം. സോ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വീണ്ടും ഹോർമോണൽ വേരിയേഷൻ വരാം. ആ സമയത്ത് വീണ്ടും ലേസറൊക്കെ ചെയ്ത് നിർത്തിയൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലേസർ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും ഹിർസുട്ടിസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് മെത്തേഡ്. ഇതിന് പണ്ടാണെന്നുണ്ടെങ്കിൽ ക്രീംസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഹെയർ ഗ്രോത്തിന് നമുക്ക് കുറച്ച് കാലത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കംപ്ലീറ്റ്ലി നിൽക്കില്ല, ആ മരുന്ന് തേച്ചുകൊണ്ടിരിക്കണം. ഐ തിങ്ക് ലൈക്ക് ഒരു 4 times 5 times ഒക്കെ തേച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഹെയർ ഗ്രോത്തിനെ നമുക്കൊന്ന് സ്ലോ ഡൗൺ ആക്കുന്ന മരുന്നൊക്കെ ഉണ്ടായിരുന്നു ബിഫോർ ലേസേഴ്സ് വർ ആക്ച്വലി ഇൻ ദ മാർക്കറ്റ്. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല അഗൈൻ. അതുകൊണ്ട് ഈ ലേസേഴ്സ് ആർ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ലേസറുകൾ ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഒരു ഏതാണ് സ്ഥലം എന്ന് നോക്കിയിട്ട് ഇപ്പോൾ സലൂൺസ് അടക്കം ലേസേഴ്സ് ചെയ്യുന്ന കുറേ വൈറൽ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഒരാളൊരു ലേഡീനെ പിടിച്ച് കിടത്തിയിട്ടിട്ട് ഇങ്ങനെ ലേസർ ചെയ്ത് അവർക്കാണെങ്കിൽ ഭയങ്കര പെയിനാണ്, അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആരുടെ കയ്യിലാണ് ലേസർ ഉള്ളത്, എവിടെ നിന്നാണ് നിങ്ങൾ ലേസർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ലേസർ. മുടി പോവുമോ മുടി പോവില്ലയോ എന്നൊക്കെ ഉള്ളത്. അല്ല, അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ലേ? ഡെഫിനറ്റ്ലി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ലേസർ മെഷീൻ പ്രോപ്പർലി യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ടെക്നീഷ്യൻ പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ബേൺസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ആ പ്രോപ്പർ രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വരില്ല. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എനർജി സെറ്റ് ചെയ്യണം. നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് എനർജി സെറ്റ് ചെയ്യണം. കളർ, നമ്മളുടെ സ്കിൻ കളർ അനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്യണം. അതൊക്കെ നോക്കി കറക്റ്റ് പാരാമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല എന്ന് തന്നെ പറയാം. വെരി വെരി ലെസ് ലൈക്ലി. ഈവൻ ഇഫ് ഇറ്റ് ഹാപ്പൻസ് അത് നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ളതായിരിക്കാം. അതായത് ജസ്റ്റ് ഒരു ഓയിൻമെന്റ് തേച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് നോർമലായിട്ട് വരേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ അതാണ്, ഒരിക്കലും ഒരു സാധനത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അതുപോലെ സ്കിൻ കെയറിൽ ഏറ്റവും വലിയ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് പ്രോപ്പർലി ചെയ്യേണ്ടത്? ഓക്കെ, കോമൺ എക്സ്ഫോളിയൻസ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള എക്സ്ഫോളിയൻസ്. സോ ബേസിക്കലി ഇത് നമ്മളുടെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്കിന്നിന്റെ ലെയർ, അതായത് ഓൾറെഡി കൊഴിഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ലെയറാണ്. ആ ലെയറിനെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഓവർനൈറ്റ് ആയിട്ട് ഒരു ക്രീം തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ഫ്യൂ ഡേയ്സ് ആ ഒരു ലെയർ
പോവും, വിസിബിളി പോവും. ചില ആൾക്കാർക്ക് ഈ ക്രീംസ് ഒക്കെ തേക്കുകയാണെങ്കിൽ അങ്ങനെ വിസിബിളി പോവില്ല. നമ്മൾ കെമിക്കൽ പീൽസ് കൊണ്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിബിളി പീൽ ചെയ്ത് പോവും. സോ വൺസ് ഇൻ എ വൈൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ആക്നെക്ക് ആണെങ്കിലും പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ കോമൺലി നമ്മൾ എക്സ്ഫോളിയൻസ് കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മളുടെ മുഖത്തുള്ള അല്ലെങ്കിൽ ശരീരത്തിലെ സ്കിന്നിന്റെ ഏറ്റവും വെളിയിലെ സർഫസിലെ ഡെഡ് സ്കിന്നുകൾ ഷ്രെഡ് ഔട്ട് ആയി പോകുമെന്നാണോ പറയുന്നത്? അതെ, എക്സാക്ട്ലി. അതാണ് പീൽ കൊണ്ടുള്ള കാര്യം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണോ? അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മളുടെ താഴത്തെ ലെവലിൽ നിന്ന് മേലെ വരെ എത്തി ആ മേലത്തെ ഭാഗം കൊഴിഞ്ഞു പോകും. അപ്പോഴേക്കും താഴെ പുതിയതുണ്ടാവും. അതാണ് നമ്മളുടെ സ്കിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കിൾ ഒരു 28 ദിവസത്തിന്റെ സൈക്കിളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പീൽ ചെയ്യുന്നത് ഈ സൈക്കിൾ ഇത്തിരിയും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് താഴത്തെ ലെവലിൽ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടായിച്ചോളൂ, അപ്പൊ അത് താഴെന്ന് മേലെ വരെ വന്ന് പോവാനുള്ള ടൈം എടുക്കും, 28 ദിവസം എടുക്കും. പക്ഷെ ഈ സാധനം നമ്മൾ ഇത്തിരിയും കൂടെ ഫാസ്റ്റ് ആക്കി കളയുകയാണ് ചെയ്യുന്നത്, കെമിക്കൽ പീൽ കൊണ്ടും മറ്റേതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആക്നെക്കൊക്കെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു മെക്കാനിസമാണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അടഞ്ഞു കിടക്കുമായിരിക്കും ആ പോറിൻ്റെ മേലെ. അതിനെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ആ ഒരു പോറിൻ്റെ അടഞ്ഞിരിക്കുന്ന സാധനം പോകുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഡക്ട് ഓപ്പൺ ചെയ്ത് ഇറ്റ് വിൽ ബി നോർമൽ, അതും തനിയെ പോകും. ഇത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ തിരുത്തി തന്നാൽ മതി. ഒരു സൈക്കിൾ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം നമ്മൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ സൈക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കിൻ ഇഷ്യൂ ഓട്ടോമാറ്റിക്കലി പോകേണ്ടതല്ലേ? ചില അസുഖങ്ങൾ അങ്ങനെയല്ല. അസുഖങ്ങളുടെ കേസിൽ ചിലപ്പോൾ ഇതായിരിക്കും വ്യത്യാസം. ഫോർ എക്സാമ്പിൾ നമ്മുടെ സോറിയാസിസ് ഉണ്ടല്ലോ, അതിന് ഈ 28 ഡേ സൈക്കിൾ എന്ന് പറയുന്നത് ഷോർട്ടൻഡ് ആണ്. പെട്ടെന്ന് ആവുമ്പോൾ കുറേ സ്കിൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് കംപ്ലീറ്റ്ലി പോവില്ല. സോ അതിന് അങ്ങനെ കുറേ കണ്ടീഷൻസിന് എന്താ പറയുക, സ്കിൻ സൈക്കിളാണ് മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെയിൻ ഫാക്ടർ ഓഫ് ദ ഡിസീസ്. അപ്പോൾ സാധാരണ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു പിഗ്മെന്റേഷൻ വന്നു എന്ന് വെച്ചോളൂ, അതായത് മുഖക്കുരു വന്നിട്ട് ഒരു പിഗ്മെന്റേഷൻ വന്നു, അത് ചിലപ്പോൾ ഒരു 3-4 മാസം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ തനിയെ പോവാറില്ലേ? അത് ഈ നാച്ചുറൽ സ്കിൻ സൈക്കിൾ കാരണമാണ്. ഈ നാച്ചുറൽ സ്കിൻ സൈക്കിൾ എത്ര വയസ്സ് വരെ പ്രോപ്പർലി നടക്കാം ഒരു ആവറേജ് മനുഷ്യന്? സ്കിൻ സൈക്കിൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും, പക്ഷെ ആ ഒരു 28 ഡേ സൈക്കിൾ ആവണം എന്നില്ല. അത് പ്രൊലോങ് ചെയ്ത് പോവാമെന്നേ ഉള്ളൂ. വിത്ത് നമ്മളുടെ ഏജിങ് അനുസരിച്ചിട്ട് ചിലപ്പോൾ അത് മര്യാദയ്ക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യില്ല. അതിങ്ങനെ മെല്ലെ അത് കൂടി വരും, അതായത് അക്യുമുലേറ്റ് ചെയ്യും, പിന്നെ അതിങ്ങ് ഇതാവും. പക്ഷെ കുറേ വേരിയേഷൻസ് വരും. അപ്പോഴാണ് ഓരോരോ സൈൻസ് ഓഫ് ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈക്കിളിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇത് പ്രോപ്പർലി നടക്കാനായിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈക്കിളിനെ പറ്റി കേൾക്കുന്നത്. അപ്പം ശരിക്കും ഈ സ്കിൻ സൈക്കിളിന് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് സ്കിന്നിന്റെ നോർമൽ സൈക്കിളാണ് അണ്ടർഗോ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ അല്ലാത്തൊരു ഇപ്പോൾ കൂടുതലായിട്ടും ഏജിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ആസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, സോറിയാസിസ് പോലത്തതാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കുക ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇത് സ്ലോ ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ പീൽസ് അത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇത്തിരിയും കൂടെ ഫാസ്റ്ററായിട്ട് അത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഫുള്ള് റിജുവിനേറ്റ് ചെയ്ത് വരാൻ ഹെൽപ്പ് ചെയ്യും. സോ വൺസ് ഇൻ എ വൈൽ അതൊക്കെ ചെയ്യുന്ന, അതുകൊണ്ടാണ് ഈ കെമിക്കൽ പീൽ പിഗ്മെന്റേഷന് മാത്രമല്ല റിജുവിനേഷനും കൂടെയാണ് എന്ന് ആൾക്കാർ പറയുന്നത്.